ജനറൽസന്മാരെ, പ്രിയമുള്ള വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, ആരോഗ്യമേഖലയിൽ കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിന്റെ നാഥൻ യാത്രയായി. അനുഗ്രഹീതമായ ഒരു യാത്രയായിരുന്നു. പെസഹ വ്യാഴാഴ്ച ലേഖനമൊക്കെ സ്വീകരിച്ച് മക്കൾക്ക് പെസഹ ഭക്ഷണവും വിളമ്പിക്കൊടുത്ത് മക്കൾ പെസഹായുടെ കാലുകഴുകൽ ശുശ്രൂഷയുമൊക്കെ നടത്തി മക്കളെയൊക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് രാത്രി ഉറങ്ങുവാൻ കിടന്ന അപ്പച്ചൻ പ്രഭാതത്തില് നമ്മോട് യാത്ര പറയുകയായിരുന്നു. അനുഗ്രഹീതമായ പുണ്യ ദിനങ്ങളിലാണ് ഈ പിതാവ് ലേഖനം സ്വീകരിച്ചതും ദൈവസന്നിധിയിലേക്ക് യാത്രയായിരുന്നു. വെള്ളിയാഴ്ച ഈ പിതാവിന്റെ മതസംസ്കാര സൃഷ്ടിയിൽ പങ്കുചേരാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും, വിവിധ സഭാ സമൂഹങ്ങളുള്ള വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഈ കുടുംബാംഗങ്ങളുടെ മേലുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മെസ്സിയെ നമുക്ക് പ്രത്യേകിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ കുടുംബത്തിന്റെ മകൻ ജോബി കത്തീലിയുടെ വകയിലെ കൈക്കാരനായിട്ട് വലിയ ശുശ്രൂഷ ചെയ്തു വരികയാണ്. അങ്ങയോടെ അനുസ്മരിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിക്കാം. ദൈവവിളികളാൽ സമ്പന്നമായ കുടുംബം, മക്കൾക്കും നാടിനുമൊക്കെ വലിയ മാതൃ നൽകുന്ന മാതാപിതാക്കൾ, സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഈ പിതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. പിതാവിന്റെ യാത്രയെ പറ്റി നമുക്ക് പങ്കുചേരാം. ഭവനത്തിൽ നിന്നുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് കൊടവലൂരിലെ വികാരി ജനറൽ മൈസ് മലയക്കണ്ടത്തിലാണ്. നമുക്ക് ഭക്തിയോടെ ഇത്തരക്കരം പങ്കുചേരാം. ഈ മതസംസ്കാര ശുശ്രൂഷയുടെ സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട പ്രിയ മകൻ ആന്റണീസൻ തന്നെയാണ്. നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നതുകൊണ്ട് ഈ പിതാവിന് വേണ്ടി, ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട വികാരിച്ചൻ തോമസ് റോബർട്ട്സൺ പറഞ്ഞതുപോലെ ദൈവയുടെ സമർത്ഥമായ സമ്പന്നമായ കുടുംബത്തിന് ഈ അപ്പച്ച യാത്രയാക്കാൻ ധാരാളം വൈദിക പ്രമുഖര് എത്തിയിട്ടുണ്ട്. സെനാർ സമൂഹത്തിന്റെ എറണാകുളത്ത് ബഹുമാനപ്പെട്ട കണ്ണത്തിലച്ഛനുണ്ട്, പുഴച്ചാളച്ഛനുണ്ട്, നായ്ക്കുമറച്ചനുണ്ട്, പനക്കലച്ഛനുണ്ട്, വികാരി അച്ഛനുണ്ട്, MSFC SPPയൊക്കെ അച്ഛന്മാരുണ്ട്. ഈ വൈദിക ശ്രേഷ്ഠരുടെ പ്രാർത്ഥനകളിൽ അവരുടെ എല്ലാം സ്നേഹത്തിന്റെ ഏറ്റുവാങ്ങി ദൈവത്തിന്റെ പക്കലേക്ക് മാലാഖമാരും വിശുദ്ധരും വാഴുന്ന ദൈവത്തിന്റെ വലതു ഭാഗത്തേക്ക് അപ്പറ്റി യാത്രയാവുകയാണ്. നമുക്ക് പ്രാർത്ഥനാ കർമ്മത്തിൽ ഭക്തിപൂർവ്വം പങ്കുചേർന്നുകൊണ്ട് ഈ സഹോദരനോട് പ്രാർത്ഥിക്കുകയും ദുഃഖിതയായ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ബലം കൊടുക്കുന്നതായി പ്രാർത്ഥിക്കാൻ. വൈദികരായ ജോണച്ചനും ജോർജച്ചനും അനിയച്ചനും ടീച്ചറച്ചനും അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവത്തിന്റെ മുമ്പിൽ ദൈവമേദാസിന്റെ മേൽ തന്നെയും വലിയ കാണിക്കാൻ ദൈവം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ദുഃഖിതരായ മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനകളോടെ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയും മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പോഴ്ത്തുകയും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതത്തിൽ കൊടിക്ക് തുല്യമാകുന്ന
മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവരും അവരുടെ സന്താനങ്ങളെ കാലം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. എന്റെ വസ്ത്രങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം എന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ വിധിയാലാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവരാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. രോഗം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളെ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നിടും. മധ്യത പുണരുന്നു. ക്ഷയമുള്ളോര ക്ഷയനമാകും. മധ്യതയേവം സകലേശൻ നിതരം നൂതനമാക്കുന്നു. ചെറുകവിടർത്തി അവരെ സ്വീകരിക്കുന്നു. അമ്പരവേദിയിൽ അഖിലേശൻ മിശിഹാരാജൻ എഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരങ്ങീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴമിടം ചേർക്കണമെന്നേയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുമാമേ. മഹിമയുണർന്നിവ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വരം ഭാഗേ നൽകണമേ. നിത്യായുസ്സിൻ പരമോന്നത പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ
നമ്മുടെ കർത്താവ് അധികാരത്തോട് പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായും പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള ജനറാളച്ച ഡോൺ ബോസ്കോ MSS കോതമംഗലം ഇൻസെൻഷൻ സഭ ഇവയെല്ലാം പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട അമ്മച്ചി, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ, ഈ അപ്പച്ചൻ ദൈവം സ്നേഹിച്ച ഒരു വലിയ വ്യക്തിയാണ്. ചെറുമയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്: മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഇങ്ങനെയാണ് ഒരു ബോധ്യം എനിക്ക് കിട്ടിയത്. ദൈവം ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഒരു വൈദികനെയോ ഒരു സിസ്റ്ററിനെയോ ഒരു സമർപ്പിതയോ അല്ല, മറിച്ച് മാതാപിതാക്കളെയാണ്, അവരുടെ ഉദരമാണ്, അവരുടെ ദാമ്പത്യമാണ്. അങ്ങനെ വൈദികരെയും വിശ്വസ്തരായ മക്കളെയും 10 മക്കളെ നൽകാൻ ദൈവം വിശ്വസിച്ച് തിരഞ്ഞെടുത്ത ഒരു വലിയ വ്യക്തിയുടെ ശവസംസ്കാര ചടങ്ങിലാണ് നാം പങ്കെടുക്കുന്നത്. ഇത് വലിയ ഒരു അനുഗ്രഹമാണ്. ഈ അപ്പച്ചന്റെ മക്കളായി ജനിക്കാൻ സാധിച്ചത് ഞങ്ങൾ 10 പേര് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഈ അപ്പന്റെ അമ്മയുടെ മക്കളായി ജനിക്കാൻ ഞങ്ങൾ ഇടവരുത്തി എന്നത് വലിയ ഭാഗ്യമായി അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. വചനം ഇങ്ങനെയാണ്. പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 1-ാം വാക്യം. പ്രഭാഷകൻ ഇങ്ങനെ പറയുകയാണ്: എന്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. ഈ 3 കാര്യങ്ങൾ ഈ ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് ഞങ്ങളുടെ അപ്പച്ചൻ. ഈ ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ഇതിന്റെ ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയൽപക്കത്തെ കുടുംബങ്ങളാണ് എന്ന് പറയുമ്പോൾ ഈ അപ്പച്ചന് അയൽക്കാരോടുള്ള സ്നേഹബന്ധം എത്രയോ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്. ഈ 23-ാം തീയതി ഈ വർഷം അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും 70-ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് ഇടവരുത്തി എന്നത് തന്നെ ഈ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും കുടുംബജീവിതം ലോകത്തിന് മുഴുവൻ മാതൃകയാണ് എന്നതിന് സാക്ഷ്യമാണ്. ഇന്ന് ഈ അപ്പച്ചൻ മരിച്ച ഒരു വ്യക്തി എനിക്കൊരു ദൈവവചനം അയച്ചു. ഈ വചനം
സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 26-ാം വാക്യമാണ്. ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാതിരുന്ന ഒരു ചെറിയ വചനമാണ്. പക്ഷെ ഇതിന്റെ ശക്തി അപ്പച്ചന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. സുഭാഷിതം 14:26. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. എന്റെ അപ്പച്ചനോടുള്ള സ്നേഹത്തെ പറ്റി ഞാൻ സെമിനാരിന് തിരിച്ചു വന്നതാണ്. അപ്പച്ചനെ സഹായിക്കണം എന്നുള്ള ചിന്തയില്ല. മകനെ, എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല, നീ പോയി ദൈവ വേല ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അച്ഛന്മാരെ, സഹോദരന്മാരെ, എന്റെ അപ്പച്ചൻ ഞാനൊരു മകനായിട്ട് ഒരിക്കൽ പോലും എന്നോട് ഒരാവശ്യവും അപ്പൻ ചോദിച്ചിട്ടില്ല. ഒരു പൈസ പോലും ചോദിച്ചിട്ടില്ല. മരുന്ന് പോലും വാങ്ങണമെന്ന് അപ്പൻ പറഞ്ഞിട്ടില്ല. ഈ അപ്പന്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കൊച്ചുമാത്യച്ഛൻ പറഞ്ഞു, റോംഷാട് അച്ഛനും ജനറൽ അച്ഛന്മാരൊക്കെ സൂചിപ്പിച്ചു, ഞാൻ ആഫ്രിക്കയിൽ ഒരു മിഷണറി ആയതിന്റെ കാരണം ഈ വലിയ മനുഷ്യനാണ്, ഈ അപ്പച്ചനാണ്. ഇതുപോലുള്ള അപ്പച്ചന്മാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വൈദികനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാടും നമ്മുടെ സമൂഹവും നമ്മുടെ വിശ്വപ്രദേശവും എല്ലാം ശക്തിയോടെ വചനം പ്രഭാഷണം ചെയ്യാൻ ഇങ്ങനെയുള്ള മാതാപിതാക്കൾ കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പച്ചൻ അമ്മച്ചിയോട് പറയുമായിരുന്നു, ആരും അറിയാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് ദൈവം എന്നെ വിളിക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഈ അപ്പച്ചൻ 12-ാം തീയതി വികാരിയച്ഛനിൽ നിന്ന് അന്ത്യകൂദാശ സ്വീകരിച്ചു. ദുഃഖ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട അഭിവന്യ മടത്തിക്കണ്ടം പിതാവ് ഭവനത്തിൽ വന്ന് അപ്പച്ചനെ അനുഗ്രഹിച്ചു. വെള്ളിയാഴ്ച വചനം ഇങ്ങനെയാണ്: എന്തെന്നാൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയും നിഷേധിക്കുക. ഈ അപ്പൻ സ്വർഗത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ് ദുഃഖം എടുത്തു മാറ്റാൻ ഒരു ശാസ്ത്രത്തിന് സാധിക്കുകയില്ല. അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വൃക്ഷം ഫലത്തിൽ നിന്ന് അറിയപ്പെടുന്നു. ഈ അപ്പച്ചന്റെ മക്കളായി ജനിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയും. ഇത്രയും വലിയൊരു മനുഷ്യനെ ഈ ലോകത്തിലേക്ക് ദൈവം തന്നു. പക്ഷെ വളരെ ചെറിയൊരു മനുഷ്യനായിട്ടാണ് ഈ അപ്പച്ചൻ ജീവിച്ചത്. ഒരിക്കലും ആരോടും അയൽവക്കക്കാരുമായി അപ്പച്ചൻ വഴക്കുണ്ടാക്കിയിട്ടില്ല. ബന്ധുമിത്രാദികളുമായി എപ്പോഴും ആഴമായ സ്നേഹവും ഐക്യവുമാണ്. അപ്പച്ചനെ ഇവിടെ കാണാൻ എപ്പോഴും ബന്ധുമിത്രാദികൾ വരുമായിരുന്നു. അത് അപ്പച്ചനൊരു ആനന്ദമായിരുന്നു. ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഈ അപ്പച്ചന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അപ്പച്ചനിലൂടെ അനേകം കൃപകൾ, വരദാനങ്ങൾ ലഭിക്കാൻ വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആരോഗ്യ പ്രാർത്ഥന ചൊല്ലി തുടർ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ എന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, വിധ ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിന് സ്വയം കണ്ണുനീർ ചെറിയ മിശിഹായേ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായേ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും
കർത്താവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ കർത്താവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയരത്തിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ജീവിത ചെയ്തികളും സംസ്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മധ്യമേ എന്തിനു കരയുന്നു, വ്യാകുല മാനസനാ എന്തിനു നേറുന്നു. തിരമാലകളാ തിങ്ങിമറിൻ ഇളകും കടൽപോലെ. മരണം മരമുറുകാൻ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമരട്ടുന്നു. മരണം വരുമുറുകാൻ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ.
അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ച് മക്കളെ നിർമ്മലമായിട്ട് വളർത്തി സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്ന ഈ അപ്പച്ചനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ത്യാഗപൂർവമായ ജീവിതം നയിച്ച വ്യക്തിയാണ്. 98 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു 10 മക്കളെ വളർത്തി വലുതാക്കി. 4 പേര് ഇപ്പോൾ കൂടെയുണ്ട്. കൂടാതെ ബാക്കിയുള്ളവരും ഇവിടെ നമ്മോടൊപ്പമുണ്ട്. ഉമ്മച്ചിയും അപ്പച്ചനും ഇവർക്ക് താങ്ങും തണ്ടുമായി ജീവിച്ച വ്യക്തികളാണ്. 2-3 മാസം മുമ്പാണ് ഇവരുടെ വിവാഹത്തിൻ്റെ 70-ാം വാർഷികം ആഘോഷിച്ചത്. വളരെ സന്തോഷകരമായ അവസരമായിരുന്നു. അപ്പച്ചനും അമ്മച്ചി എപ്പോഴും സന്തോഷത്തോടുകൂടി ജീവിതത്തെ സ്വീകരിച്ച വ്യക്തികളാണ്. ഇവരുടെ കുടുംബവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ സന്തോഷത്തോടുകൂടിയാണ് ഇവരുടെ ജീവിതത്തെ കണ്ടിരുന്നത്. മരിക്കുന്നതിന് തലേ ദിവസം ഞാൻ വീട്ടിലെത്തി അപ്പച്ചനോട് കുറേ സമയം ഒരുമിച്ച് പ്രാർത്ഥിച്ചു, സംസാരിച്ചു. പിന്നെ തമാശയുടെ പദ്ധതി പറഞ്ഞു 100 കഴിഞ്ഞിട്ട് പോയാൽ മതി. അവർ മക്കളും അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഏതായാലും ദൈവഹിതം അങ്ങനെ ആയിരുന്നില്ല. അന്ന് രാത്രിയിൽ തന്നെ ദൈവം അപ്പച്ചൻ തൻ്റെ അടുക്കലേക്ക് സ്വീകരിച്ചു. വെള്ളിയാഴ്ച രാത്രിയിൽ അപ്പച്ചൻ സ്വന്തത്തിലേക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് പോയി. സന്തോഷത്തോടെ ജീവിച്ചു. സന്തോഷത്തോടുകൂടി ദൈവസന്നിധി എത്തിയുള്ള ആ വലിയ സന്തോഷം നമുക്കുണ്ട്. 10 മക്കൾ, 4 വൈദികർ, ആന്റണിയച്ചൻ, പീറ്ററച്ചൻ, ജോർജച്ചൻ, ജോണിയച്ചൻ, 4 പേരും നമ്മളോടുണ്ട്. അതുപോലെ തോമസും പോളും ജോഷിയും ജ്യോതിയും റോസ്മിയും കൂടെയുണ്ട്. ഒരാളെ മാത്രം ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടു, മേരി. ഞാൻ ചിലരോട് പറയാറുണ്ട്, 4 അച്ഛന്മാരുണ്ടോ, സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയും സിസ്റ്റേഴ്സ് ഇല്ല, രക്തസാക്ഷി ഉണ്ടെന്ന് പറയാറുണ്ട്. മേരി രക്തസാക്ഷിയായിട്ട് ദൈവസന്നിധിയിലേക്ക് എടുക്കുന്ന വ്യക്തിയെന്ന് നമുക്കറിയാം. ഇനി പറയുന്നവരെ കുടുംബം ഏറെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. എന്നൊക്കെ ജോലി അപ്പച്ചൻ അമ്മച്ചിയുടെയും കാല് കഴുകി വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച. അതിനുശേഷം അപ്പച്ചൻ അവരെല്ലാം അനുഗ്രഹിച്ചു. അപ്പച്ചനെയും അവർ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. മായ അപ്പച്ചനെ കൈകൾ തലവെച്ച് പ്രാർത്ഥിച്ച്, ഒരപ്പച്ചൻ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച്, അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടത്. നമുക്കറിയാം,
ഈസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങൾ ഉത്ഥാനത്തിന് സന്തോഷം അനുഭവിക്കുന്ന ഒരവസരമാണ്. അതുകൊണ്ട് ഈ അച്ഛൻ സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിൽ കടന്നു പോയിരിക്കുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ കുടുംബത്തെ ഓർത്ത്, കുടുംബാംഗങ്ങളെ ഓർത്ത്, അപ്പച്ചനെ അമ്മച്ചനെയും ഓർത്ത് നന്ദി പറയാം. ദൈവം നിത്യസൗഭാഗ്യം നൽകിയിരിക്കുന്നു എന്നുള്ള സന്തോഷവും അതോടൊപ്പം തന്നെ സംതൃപ്തിയും നമുക്ക് ഏവർക്കുണ്ട്. 98 വർഷക്കാലം ജീവിക്കാൻ സാധിക്കുന്ന അവർ ഈ സന്തോഷത്തിലാണ് സമർപ്പിച്ച് പ്രധാനം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. വിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം, വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവൻ അവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയിൽ അഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. ആദ്യം മുതലേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. വിശ്വാസത്തോടുകൂടി ലോകത്തിൽ പോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശിഹാരോടുകൂടി ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞങ്ങളുടെ ശരീരങ്ങളെ ഇവന്റെ മരണത്തിനെ ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂതാശകളാൽ എന്റെ ആത്മാവിനെ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരമായ പുരോഹിതരും ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നകന്നു പോകുന്നു എങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു.
സ്വർഗരാജ്യത്തിൽ നാം നിർമ്മിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച അക്ഷയരാക്കുകയും ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ആത്തോത്തിനെയും നൈരാശ്യമുടെ വിലപിക്കരുതേ. വാഗ്ദാനങ്ങൾ തെന്നിമുഴങ്ങും കാഹളനാദം ആകാശത്തിൽ സീമകളെല്ലാം മുഖരിതമാകും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കവരുടെ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിൽ നിന്നും 3-ാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കവരുടെ നീ ഭാഗീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുക, ഞാൻ നിന്നേക്കാൾ വെണ്മയുള്ളവനാകും. ഈ കപടം പത്രീകരിക്കണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. സോപ്പ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ക്രിസ്തുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നവരുടെ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹൃത്തോടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉപദാശകൾ അത്യുന്നതയാസന്റെ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പാപനിക്ക് പ്രതി കൊടുത്ത് അവിടെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ കൂടെ സ്വർഗത്തിലങ്ങി സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നാഥനടഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതെ മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക, നാഥനിൽ നിന്നിത് കേൾക്കും മനുജനു ഭാഗ്യം. കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചുകളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം പിടിച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമേൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ വിയർപ്പും മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാവുന്ന ഓർസലത്തേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ചയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയമുള്ളവരെ, മതസംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥനകളെല്ലാം സമാപിക്കുകയാണ്. തുടർന്ന് അന്തിമ ഉപചാരം അർപ്പിക്കുവാനുള്ള സമയമാണ്. കപ്പയുടെ ഇരുവശത്തുകൂടി കടന്നു വന്ന് പുഷ്പതലങ്ങളെടുത്ത് മൃതശരീരത്തിലിട്ട് ആദ്യം പ്രകടിപ്പിച്ച് കപ്പേടിയുടെയും മുൻവശത്തു കൂടിയാണ് കടന്നു പോകേണ്ടത്. ആ സമയത്ത് വിൻസെഷൻ സഭയിലെ ബഹുമാനപ്പെട്ട മാത്യു നാക്കിനമറമലച്ചൻ നമ്മോട് ഒരു വാക്ക് സംസാരിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, നല്ലവനായ ദൈവമേ, ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ട അപ്പച്ചൻ 98 വയസ്സിൽ സ്വർഗയാത്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുചേർന്ന് പ്രാർത്ഥിച്ച്, പ്രാർത്ഥനയിൽ ലയിച്ച്, പ്രാർത്ഥനയിൽ ആനന്ദിച്ച് അപ്പച്ചൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ആത്മീയ ആനന്ദം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ നൽകുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയുടെ അന്ത്യവസാനം ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശുശ്രൂഷയിൽ വന്ന് നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ നമുക്കെല്ലാവർക്കും സ്വർഗയാത്രയ്ക്കുള്ള ഒരു മുന്നാസ്വാദനം നല്ലവനായ ദൈവം ഇന്നത്തെ ശുശ്രൂഷയോടെ നൽകുന്നു എന്നാണ് ആത്മാർത്ഥമായ ഒരു അനുഭവം എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇത്രയും വലിയൊരു ജനം, ഇത് സ്വർഗത്തിന്റെ നമ്മൾ എല്ലാവരും ചെന്നുകൂടുന്ന ഒരു നിത്യകാല സൗഭാഗ്യത്തിലേക്ക് ആനന്ദത്തോടെ കടന്നു പോകുവാൻ നമുക്കൊരു ഉത്സാഹം നൽകുന്നു. ഈ കുടുംബത്തിലെ 4 വൈദികരെ പ്രതിയും രക്തസാക്ഷിയായ സഹോദരിയെ പ്രതിയും എല്ലാ കുടുംബാംഗങ്ങളെ പ്രതിയും ഈ ഇടവകയെ പ്രതിയും അഭിനയ മടത്തിക്കണ്ടത്തിൽ പിതാവ് എല്ലായിടത്തും സ്നേഹം പങ്കുവയ്ക്കുന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനെ പ്രതിയും ഇവിടെ ഇടവകയെ പ്രതിയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകം കൊടുത്ത് സ്വർഗം ലക്ഷ്യമാക്കിയ ജീവിതത്തിന് കൂടുതൽ ഉത്സാഹം നൽകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വളരെ കാർമേഘം മൂടിയ അന്തരീക്ഷം കുറച്ച് മുമ്പുണ്ടായിരുന്നു. എന്നാൽ വളരെ പ്രത്യേകമായിട്ട് ആ കാർമേഘമെല്ലാം മാറി നല്ല പ്രകാശത്തിന്റെ ഒരു സൗകുമാര്യം ഇവിടെ വന്നു നിറഞ്ഞു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആഫ്രിക്കൻ മിഷണറിയായ ജർമ്മൻ മിഷണറിമാരായ 2 വൈദികര്, അവരെ ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഇപ്പോൾ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. ഒരാളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും സ്വർഗ ലക്ഷ്യമായ ഈ തീർത്ഥയാത്രയിൽ ഉത്സാഹത്തോടെ മുന്നേറുവാനുള്ള ഒരു വൻകൃപ അഭിഷേകം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് ബഹുമാനപ്പെട്ട മാത്യു നാക്കിനമറമലച്ചന്റെ നല്ല വാക്കുകൾക്ക് പുത്തൻ അഭിഷേകത്തിന് അനുഗ്രഹമായിട്ട് നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ നമ്മോടൊപ്പമുണ്ട്.
ഒരു വാക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ ജനത്തോട് നമുക്ക് ശ്രമിക്കാം. അതേ തുടർന്ന് തക്കല രൂപതയുടെ ബിഷപ്പ് സലീഷൻ സഭാംഗം കൂടിയാണ് അദ്ദേഹത്തിന്റെ സന്ദേശവും ഇവിടെ വായിക്കുന്നത്. വൈദികർക്കും അൽമായർക്കും ഒക്കെ കാപ്പികൾ ക്രമീകരിച്ചിട്ടുണ്ട്. വൈദികർക്കുള്ള കാപ്പി ക്രമീകരിച്ചിരിക്കുന്നത് പള്ളിമുറിയിലാണ്. ബാക്കിയുള്ളവർക്കെല്ലാം പള്ളിയുടെ മുറ്റത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കണമെന്നും കുടുംബാംഗങ്ങൾ അറിയിച്ചു. സ്നേഹമുള്ള ജോഫിഷനെ സ്വർഗത്തിലെ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു. നമുക്കറിയാം, ജോഫിഷന്റെ ജീവിതം ഒരു സാക്ഷ്യമായിരുന്നു. കുടുംബം ഒരു സാക്ഷ്യമാണ്. മക്കൾ ഓരോരുത്തരും ഒരു സാക്ഷ്യമാണ്. മരണവും ഒരു സാക്ഷ്യമാണ്. സാക്ഷ്യമായ സ്ഥിതിക്ക് അനേകർക്ക് അതെപ്പോഴും പ്രകാശമായി ഈ ഭൂമിയിൽ നിലനിൽക്കും. കർത്താവിന്റെ കൽപ്പനയും കൊണ്ട് സാക്ഷികളായി തീരുക എന്നതാണ്. അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ചുകൊണ്ട് സ്വർഗഭാഗ്യം സ്വീകരിച്ച ഈ അപ്പച്ചനെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നമുക്കെല്ലാവർക്കും നിരവധിയായ അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് ലഭിക്കും എന്നതിന് സംശയമില്ല. ബ്രഹ്മാങ്ങളോട് ഉള്ള അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. അനുശോചന സന്ദേശം. ലോകം മുഴുവൻ ഈശ്വര ഉയർപ്പിന്റെ സന്ദേശം ഏറ്റെടുക്കുവാൻ കാത്തിരുന്ന പ്രതീക്ഷയുടെ ദുഃഖ ശനിയാഴ്ച വളരെ വേദനയോടുകൂടിയാണ് പാറയ്ക്കുമാലിൽ ദേവസ്യ അച്ചാച്ചന്റെ വിയോഗ വാർത്ത ഞാൻ അറിയുന്നത്. പ്രായാധിക്യത്തിന്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിലും ദേവസ്യ അച്ചാച്ചന്റെ മരണം അദ്ദേഹത്തെ അറിയുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് എന്നെയും അഗാധമായ ദുഃഖത്തിലാട്ടിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ ദേവസ്യ അച്ചാച്ചനോടുള്ള സർവ്വവിധ ആദരവും ഞാൻ പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. ഉപസാര വഴിയും പരിശുദ്ധ കുർബാന സ്വീകരണം വഴിയും ആത്മീയ ഒരുങ്ങുവാനും വിശുദ്ധമായ ദുർകർമ്മങ്ങളിൽ തന്നാലാകുന്ന വിധത്തിൽ ഭക്തിപൂർവ്വം സംബന്ധിച്ച് നമ്മുടെ കർത്താവിൽ ഉയർപ്പിനെ പൂർണ്ണമായി തന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കാണും. ഈ കുടുംബവുമായുള്ള എന്റെ ബന്ധം ദേവസ്യ അച്ചാച്ചന്റെ മക്കളിൽ ഒരാളായ ഗുവാഹത്തി പ്രൊവിൻസിൽ നിന്നുള്ള സലേഷ്യൻ വൈദികനായ ബഹുമാനപ്പെട്ട PD ജോണി അച്ഛൻ വഴിയായിട്ടാണ്. ഞങ്ങൾ വർഷങ്ങളോളം ഷില്ലോങ്ങിൽ ഒരുമിച്ചായിരുന്നു. ഈ കുടുംബത്തിലെ 4 വൈദികരും സുവിശേഷവൽക്കരണം, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിൽ വളരെ സമർപ്പിതരും പ്രതിജ്ഞാബദ്ധരുമാണ്. പ്രത്യേകിച്ച് അധികാരികൾ എന്താവശ്യപ്പെട്ടാലും സഭയുടെ നന്മയ്ക്ക് വേണ്ടി ത്യാഗപൂർവ്വം ചെയ്യുവാൻ അവർ തയ്യാറാണ്. ഇപ്രകാരമുള്ള നല്ല മൂല്യങ്ങളും അതിനനുസൃതമായ ക്രിസ്തീയ രൂപീകരണവും ഈ പാറയ്ക്കുമാലിൻ കുടുംബത്തിൽ നിന്നാണ് അവർക്ക് ലഭിച്ചത്. അതിന് അവരുടെ പിതാവ് വഹിച്ച പങ്ക് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പലതവണ ഞാൻ ഈ കുടുംബത്തെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള അവസരങ്ങളിൽ ഒക്കെ ജോണി അച്ഛന്റെ പിതാവായ ദേവസ്യ അച്ചാച്ചൻ കാണിച്ച സൗമ്യതയും ആഴമായ വിശ്വാസവും അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. തക്കല രൂപതയിലെ എന്റെ ദൗത്യത്തെയും ആത്മീയ ശുശ്രൂഷയെയും അവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ പറയുമ്പോൾ വളരെ താല്പര്യപൂർവ്വം അനുസരിക്കുകയും രൂപതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ചാച്ചന്റെ വേർപാടിൽ വേദനിക്കുന്ന അമ്മയ്ക്കും ജോണി അച്ഛനും മറ്റെല്ലാ വൈദിക സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അനുശോചനങ്ങളും പ്രാർത്ഥനകളും ഞാൻ അറിയിക്കുന്നു. രൂപതയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കാൻ പറ്റാത്ത യാത്രയിലായതിനാൽ എനിക്ക് മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കഴിയില്ല. കാരുണ്യവാന കർത്താവ് പ്രിയപ്പെട്ട അച്ചാച്ചന് നിത്യശാന്തി നൽകുമാറാകട്ടെ. ഉദ്ധിതനായ കർത്താവിന്റെ ശാന്തിയും സമാധാനവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹപൂർവ്വം മാർ ജോർജ് രാജേന്ദ്രൻ SDB, തക്കല രൂപതയുടെ മെത്രാൻ. ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പ
കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാം എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാം പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാം എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാം കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ ദേഹമെന്നൊരാ വസ്ത്രമൂരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ
വഴികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ സ്മൃതികളിൽ എന്നെ ചേർക്കണമേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. സ്നേഹം തന്നോരിൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ